ഖമനയുടെ ശവമടക്ക് ജൂലൈ 9 നടക്കും. ജൂലൈ 4 മുതൽ 9 വരെ മൃതദേഹം പരസ്യമായി പ്രദർശനത്തിന് വെച്ചതിന് ശേഷം 9-ാം തീയതി അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ മൃതദേഹം സംസ്കരിക്കാൻ പോവുകയാണ്. ഫെബ്രുവരി 28-ന് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിലാണ് ഖമനയി കൊല്ലപ്പെട്ടത്. യുദ്ധം ആരംഭിക്കുന്നത് അങ്ങനെയാണല്ലോ. ഇസ്രായേൽ വിമാനങ്ങൾ പറന്നു വന്ന് ആക്രമണം നടത്തി. ഇസ്രായേലിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ രീതിയാണ് യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ആ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കൊല്ലുക എന്നുള്ളത്. ഖമനയി കുറേ കാലമായി ഇസ്രായേലിൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നു. യുദ്ധം തുടങ്ങുമ്പോൾ ആദ്യമേ ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാൻ്റെ പരമോന്നത നേതാവായ ഖമനയിയെ തട്ടുക എന്ന് തന്നെയായിരുന്നു. അതിനുശേഷം 28-ാം തീയതി തന്നെ അദ്ദേഹം മരിച്ചു. ഇപ്പോൾ മാസങ്ങൾ എത്രയായി നമുക്കറിയാം. ജൂലൈ 9-ാം തീയതി അത് സംസ്കരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ മഷ്ഹദിലെ ഇമാം റീസ തീർത്ഥാടന കേന്ദ്രത്തിൽ മൃതദേഹം സംസ്കരിക്കും. 4-ാം തീയതി മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. ഗ്രാൻഡ് മസല്ല കോംപ്ലക്സിലാണ് പൊതുദർശനത്തിന് വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നത് ഇപ്പോഴും പരമരഹസ്യമാണ്. കാരണം അത് എവിടെയാണെന്ന് അറിഞ്ഞാൽ ഇസ്രായേൽ വന്ന് ബോംബിട്ട് അത് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഉൾപ്പെടെ തകർത്ത് കളയുമോ എന്നുള്ള ഭയം ഇപ്പോഴും ഇറാനുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ച് ഇറാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ആളാണ് ഖമനയി. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ എക്കാലത്തെയും ഒന്നാമത്തെ ശത്രു ഖമനയി ആയിരുന്നു. ഖമനയിയാണ് ഡെത്ത് ടു ഇസ്രായേൽ. ഇസ്രായേൽ 2047-നടുത്ത് ഇസ്രായേൽ നശിച്ച് തീരും എന്ന് കാണിച്ചിട്ടൊരു കൗണ്ട് ഡൗൺ ക്ലോക്ക് ഉണ്ടാക്കി വെച്ചു. ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം, തുടച്ചു നീക്കും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആത്മീയ നേതാവാണ് ഖമനയി. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് എക്കാലത്തും ഖമനയിയാണ് എന്ന് ഇസ്രായേലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ശ്രമങ്ങൾ നടന്നു. 2024-ലാണ് അവരുടെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ തകർന്നു വീണത്. ഹെലികോപ്റ്റർ തകർന്നു വീണത് സ്വാഭാവികമാണോ എന്നറിയില്ല. പക്ഷേ പിന്നീടാണ് ലെബനോണിലെ ഹിസ്ബുള്ളയെ തകർക്കാൻ വേണ്ടി നമ്മുടെ റിൻസൺ എന്ന് പറയുന്ന മാനന്തവാടിക്കാരൻ കൂടെ ഉൾപ്പെടുന്ന ഒരു പേജർ സ്ഫോടന പരമ്പരകൾ നടന്നത്. റൈസി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിലും ഇങ്ങനൊരു വാക്കി ടോക്കിയോ പേജറോ മറ്റോ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് പൊട്ടിത്തെറിച്ച് ആ വിമാനം തകർന്ന് ഇറാൻ്റെ പ്രസിഡൻറ്റ് കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ്റെ പാർലമെൻറ്റിൽ പറയുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ റൈസിയുടെ കൂടെ ഖമനയിയും ഉണ്ടാവും എന്ന് കരുതിയിട്ടാണോ അന്ന് ആ ഹെലികോപ്റ്റർ തകർത്തത് എന്നുള്ള ആശങ്കയും പിൽക്കാലത്ത് പലരും പ്രകടിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഖമനയിയെ തീർക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ലക്ഷ്യമായിരുന്നു. ഈ മൃതദേഹം എവിടെ എന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ അതിൻ്റെ അവശേഷിക്കുന്ന ബാക്കി ശരീരഭാഗങ്ങൾ കൂടി തകർത്ത് കളയാൻ ഇസ്രായേൽ മുതിർന്നേക്കും എന്നുള്ള ആശങ്ക ഇറാന് കാര്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും 4-ാം തീയതി ഗ്രാൻഡ് മസല്ല കോംപ്ലക്സിൽ പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷം ഇമാം റീസയിൽ സംസ്കരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും മൃതദേഹം എവിടെയാണ് എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല മൃതദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്നും അറിയില്ല. കാരണം ഖമനയുടെ കോംപ്ലക്സ് ഉൾപ്പെടെ വലിയ ആക്രമണത്തിൽ തവിടുപൊടിയായി പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം ആ നിലയിൽ തന്നെയുണ്ടോ അതോ ശരീരാവശിഷ്ടങ്ങളാണോ ഉള്ളത് എന്നൊന്നും അറിയില്ല. ഏതായാലും അതൊന്നും ലോകം അറിയാൻ പോകുന്നില്ല. ഒരു പക്ഷേ ഇനി അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുമ്പോൾ ലോകത്തിന് കാണാൻ പറ്റുമായിരിക്കും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ വളരെ കൗതുകകരമായ ഒരു കാര്യം വന്നിരിക്കുന്നത് ഇറാൻ്റെ പ്രസിഡൻറ്റ് മൗസൂദ് പെഷസ്കിയാൻ ഔദ്യോഗികമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ നേതാവിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ അങ്ങയുടെ സാന്നിധ്യം ഇറാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു എന്നാണ് സന്ദേശം വന്നിരിക്കുന്നത്. ഇന്ത്യ അത് സ്വീകരിച്ചു, പക്ഷേ മറുപടി കൊടുത്തിട്ടില്ല. ഇന്ത്യ ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം റൈസി 2024 കൊല്ലപ്പെടുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പോയിരുന്നു. കാരണം ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റല്ലേ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് ജഗദീപ് ധൻഖർ പങ്കെടുത്തു, ആദരാഞ്ജലികൾ അർപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ആയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെടുമ്പോൾ അതൊരു രാജ്യത്തിൻ്റെ നേതാവല്ല, മതനേതാവാണ്. അദ്ദേഹം മരിച്ചതിനെ നമ്മൾ അപലപിച്ചിട്ടില്ല. ഇറാന് നേരെയുള്ള ഇസ്രയേലും അമേരിക്കയും നടത്തുന്ന ആക്രമണത്തെയും നമ്മൾ അപലപിച്ചിട്ടില്ല. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ എന്നാൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ഇറാൻ്റെ പേര് പറയാതെ നമ്മൾ അപലപിച്ചിട്ടുമുണ്ട്. നമ്മൾ അതിനകത്ത് ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു നിലപാടാണ് എടുക്കുന്നത്.
ഇറാൻ്റെ പ്രസിഡൻറ്റിന് കൊടുക്കുന്ന ഒരു അംഗീകാരം മത നേതാവിന് നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നീട് ഖമനയി കൊല്ലപ്പെട്ട് ഏതാണ്ട് ഒരു 10 ദിവസത്തോളം കഴിഞ്ഞപ്പോൾ, എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്, നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് ഇറാൻ്റെ നയതന്ത്ര കാര്യാലയത്തിൽ ചെന്ന് അനുശോചനം ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരുന്നു. അത്രയും നമ്മൾ ചെയ്തുള്ളൂ. മാത്രമല്ല, ഖമനയുടെ കാര്യത്തിൽ ഖമനയുടെ കാലത്ത് റൈസി പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ഇറാനിലെ ചാബഹാർ തുറമുഖം നമുക്ക് ഉപയോഗിക്കാൻ തന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ തന്ത്രപ്രധാനമായ ഒന്നായിരുന്നു ചാബഹാർ തുറമുഖം. അതുകൊണ്ട് തന്നെ അത് ഖമനയുടെ അനുവാദമില്ലാതെ, ആശീർവാദമില്ലാതെ, അംഗീകാരമില്ലാതെ അത് ഇറാൻ ഭരണകൂടം വിട്ടുകൊടുക്കത്തില്ല. കാരണം ഭരണകൂടത്തിന് മുകളിലാണല്ലോ മത നേതാവ് അവിടെ. പക്ഷേ അതിനുശേഷം മറ്റ് ചില കാര്യങ്ങളിൽ ഖമനയി എടുത്ത നിലപാടിനോട് കടുത്ത അഭിപ്രായ വ്യത്യാസം ഇന്ത്യക്കുണ്ട്. ഒന്ന് കാശ്മീർ പാകിസ്ഥാൻ്റെയാണ് എന്ന് ഖമനയി പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്തിന് നമ്മൾ നമ്മുടെ ഭരണഘടനയിൽ കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിന് എതിരെ ഖമനയി വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരു മത നേതാവാണ്. അതുകൊണ്ട് നരേന്ദ്രമോദി അവിടെ പോകാനുള്ള സാധ്യത തുലവും വിരളമാണ്. ഒരു പക്ഷേ നമ്മുടെ ഉപരാഷ്ട്രപതി പോയാലായി എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ. അതിൻ്റെ ഔദ്യോഗിക അറിയിപ്പുകൾ വന്നിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടായിരിക്കും മോദി വരണം എന്ന് ഇറാൻ ക്ഷണിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മോദിയെ സംബന്ധിച്ച് മോദിക്ക് ഖമനയുടെ ഇത്തരം നിലപാടുകളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അറിയാം. മാത്രമല്ല, ഒരു രാഷ്ട്രത്തലവനല്ലാത്തതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ ചെല്ല പ്രോട്ടോക്കോൾ പ്രശ്നങ്ങളും ഇല്ല. പിന്നെ എന്തിനും മോദി വരണം? 2 തലത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൗഹൃദം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇന്ത്യ ഒരു മഹാശക്തിയാണ്, ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഞങ്ങൾക്ക് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടമാണ് ഞങ്ങളുടെ പരമോന്നത നേതാവിൻ്റെ വേർപാട്. അതുകൊണ്ട് അത്ര ദുഃഖകരമായ ഒരവസ്ഥയിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ അങ്ങ് വേണം എന്ന് പറയാതെ പറയലാണ് മോദിയെ ക്ഷണിക്കൽ. രണ്ടാമത്തെ കാര്യം, നരേന്ദ്രമോദി അവിടെ എത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ ഉണ്ടെങ്കിൽ ഇസ്രയേൽ, അമേരിക്ക പറയുന്നത് പോലൊന്നും ഇസ്രയേൽ കേൾക്കുന്നില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധവിരാമ കരാറിൻ്റെ ഭാഗമായി ലെബനോണിനെ ഉൾപ്പെടുത്തിയത് ഇപ്പോഴും നെതന്യാഹു അംഗീകരിക്കുന്നില്ല, ഇസ്രയേൽ അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ സൈന്യം ലെബനോണിൽ തുടരും എന്ന് അസന്നിഗ്ധമായി പറയുകയാണ്. ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടല്ല ലെബനോണിൻ്റെ കാര്യം തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്ക പറഞ്ഞിട്ടും ലെബനോണിൽ വീണ്ടും ആക്രമണം നടത്തി ആ കരാർ ലംഘിച്ചാലും ഞങ്ങൾക്കൊരു പുല്ലുമില്ല എന്ന് ഇസ്രയേൽ അനുദിനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അയത്തുള്ള ഖലി ഖമനയുടെ മൃതദേഹം ഗ്രാൻഡ് മൊസല്ല കോംപ്ലക്സിൽ പരസ്യമായി അനൗൺസ് ചെയ്തിട്ട് പ്രദർശിപ്പിക്കുമ്പോൾ, പൊതുദർശനത്തിന് വെക്കുമ്പോൾ ഇസ്രയേൽ വിമാനങ്ങൾ ആക്രമിച്ചാലോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായും ഇറാൻ ഉണ്ടാവാം. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഉണ്ടെങ്കിൽ ഒന്നല്ല 1000 വട്ടം ആലോചിച്ചാലും ഇസ്രയേൽ അത് ചെയ്യില്ല. ഓർക്കുന്നില്ലേ, നെതന്യാഹുവിനെ കണ്ട് നരേന്ദ്രമോദി ഇസ്രയേലിൽ നിന്ന് മടങ്ങിയതിൻ്റെ പിറ്റേന്നാണ് ഫെബ്രുവരി 28-ന് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത്. അതായത് മോദിയുടെ വിമാനം സുരക്ഷിതമായി പറന്ന് ഡൽഹിയിൽ ഇറങ്ങി എന്നുറപ്പു വരുത്തിയതിന് ശേഷമാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത്, യുദ്ധം ആരംഭിച്ചത്. അത്രമാത്രം കരുതൽ. കാരണം അന്ന് ഇസ്രയേൽ ടെല്ലവീവിലെ വിമാനത്താവളത്തിൽ മോദി ഇറങ്ങുമ്പോൾ അമേരിക്കൻ വിമാനങ്ങൾ F-15 F-35 അടക്കമുള്ള വിമാനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ മോദി അതിൻ്റെ പശ്ചാത്തലത്തിലൂടെയാണ് നടന്നുപോയത്. അതായത് മോദി എത്തുമ്പോൾ ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും അവിടെ ഉണ്ടായിരുന്നു. മോദി പോയി ഡൽഹിയിലെത്തി എന്ന് ഉറപ്പാക്കിയപ്പോൾ ആക്രമണം ആരംഭിച്ചു. കാരണം മോദിയുടെ സുരക്ഷ ഇന്ത്യയുടെ സുരക്ഷയാണ്, അത് ലോകത്തിൻ്റെ സുരക്ഷയാണ് എന്ന് ഇസ്രയേലിന് നന്നായിട്ടറിയാം. അതുപോലെ ഒരുപക്ഷെ മോദി അവിടെ ഉണ്ടെങ്കിൽ അതിര് കടന്ന സാഹസത്തിന് ഇസ്രയേൽ മുതിരില്ല എന്ന് ഇറാൻ കരുതുന്നുണ്ടാവാം. കാരണം ഇസ്രയേലിനെ സംബന്ധിച്ച് നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത ഒരു രാജ്യമാണ്. എന്തും ചെയ്യും, എവിടെയും ചെയ്യും, എപ്പോഴും ചെയ്യും. അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് അവർ ആലോചിക്കുന്നില്ല, ഭവിഷ്യത്തുകളെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അവർക്ക് ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് എവിടെയെങ്കിലും അതിൽ അവർ ചെറിയ വ്യതിയാനം വരുത്തുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ അമേരിക്കയുടെയും കാര്യത്തിലാണ്. അമേരിക്കയുടെ കാര്യത്തിൽ പോലും അങ്ങനെയൊന്നുമില്ല. അറബ് യുദ്ധം നടക്കുമ്പോൾ ഈജിപ്തിൻ്റെ തലയിലേക്ക് വെക്കാൻ വേണ്ടി അമേരിക്കൻ യുദ്ധക്കപ്പലായ USS ലിബർട്ടി മുക്കി 10-40 അമേരിക്കൻ നാവികരെ കൊന്നുകളഞ്ഞ രാജ്യമാണ് ഇസ്രയേൽ.
കൂട്ടത്തിലുള്ള വല്യേട്ടൻ്റെ പണി കൊടുത്തതാണ്. അതുകൊണ്ട് മോദിയെ ഇറാനിലേക്ക് പ്രശസ്തിക്കാൻ ക്ഷണിക്കുന്നത് ഇന്ത്യക്കുള്ള അംഗീകാരമാണ്, ഇന്ത്യക്കുള്ള ആദരവാണ്, ഇന്ത്യ കൂടെ ഉണ്ടാവണം എന്ന് പറയുന്ന സന്ദേശമാണ്. ഇനി മോദി അവിടെങ്ങാനും എത്തിയാലോ? നോക്കൂ, നരേന്ദ്രമോദി ഇന്ത്യ ഞങ്ങളുടെ കൂടെയാണെന്ന് ഇറാന് ലോകത്തിൻ്റെ മുന്നിൽ, ഇസ്രയേലിൻ്റെ മുന്നിൽ പറയാൻ കഴിയും. ഇത് കൃത്യമായി അറിയാവുന്ന നരേന്ദ്രമോദി എന്തായാലും പോവില്ലെന്ന് ഉറപ്പാണ്. കാരണം ഇറാനിൽ പോയി ഖമനയുടെ മൃതദേഹത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആദരാഞ്ജലികൾ അർപ്പിച്ചാൽ അത് ഇസ്രയേലിനോട് ചെയ്യുന്ന ഒരു നെറികേടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും മോദി പോവില്ല എന്നുള്ളത് എനിക്കുറപ്പാണ്. അതിനാണ് എല്ലാ സാധ്യതകളും. പക്ഷേ ഇറാൻ മോദിയെ വെച്ച് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയുള്ള ഭൗമരാഷ്ട്രീയത്തിലും അന്ന് ഇറാനിലേക്ക് ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് അതിക്രമങ്ങൾ, കുസൃതികളൊന്നും ഉണ്ടാവാതിരിക്കാനുമുള്ള ഒരു പോളിസി. ഏതായാലും ആരായിരിക്കും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇറാനിലേക്ക് ജൂലൈ 4-ന് പോവുക എന്നത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്കറിയാം. അപ്പോഴും ഈ ചോദ്യം ബാക്കിയുണ്ട്, എന്തിന് ഇറാൻ മോദിയെ ക്ഷണിച്ചു? ഉത്തരം ഞാൻ പറഞ്ഞതൊക്കെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു.